ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ BBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന ഡിസിഷൻ സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇൻ ഗ്രാഫിക്കൽ മെത്തേഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നും അതുമായി ബന്ധപ്പെട്ട തിയറീസും മാത്തമാറ്റിക്കൽ മോഡലിലെ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഗ്രാഫിക്കൽ മെത്തേഡാണ് നോക്കുന്നത്. നേരിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ തിയറീസും കൂടെ പറയാനില്ല. ഒരു ചോദ്യം നോക്കാം. സോൾവ് ദി ഫോളോവിങ് LPP യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ്. താഴെ നൽകിയുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് LPP സോൾവ് ചെയ്യാം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് നൽകിയിട്ടുള്ളത് ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ക്രിയേറ്റ് ചെയ്ത രീതിയിലുള്ള ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ്. ഇത് മാക്സിമൈസേഷൻ്റെ പ്രോബ്ലം അല്ലേ, മാക്സിമൈസ് ആണ്. അപ്പോൾ എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നൽകിയുള്ളത് മാക്സിമൈസ് Z ഈക്വൽ ടു 12x1 പ്ലസ് 16x2 ആണ്. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് ആണ്. ഫസ്റ്റ് കൺസ്ട്രെയിൻ 10x1 പ്ലസ് 20x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 120. ദെൻ സെക്കൻഡ് കൺസ്ട്രെയിൻ ആണ് 8x1 പ്ലസ് 8x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80. x1 ആൻഡ് x2 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ രണ്ട് കൺസ്ട്രെയിൻ ആണുള്ളത്. ഒന്ന് 10x1 പ്ലസ് 20x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 120. മറ്റൊന്ന് 8x1 പ്ലസ് 8x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80. ഇതാണ് രണ്ട് മേജർ കൺസ്ട്രെയിൻ. ഈ രണ്ട് മേജർ കൺസ്ട്രെയിനും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സോൾവ് ചെയ്യണം. അതിനുശേഷം ഈ ഓരോ പ്ലോട്ട് കിട്ടിയത് നമ്മൾ ഗ്രാഫ് പേപ്പറിൽ വരക്കണം. അതിനുശേഷം അതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ കുറച്ച് വലിയ ഏരിയയാണ്, essay ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഏരിയയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ എന്ത് സോൾവ് ചെയ്യുന്നു, ഫസ്റ്റ് കൺസ്ട്രെയിൻ സോൾവ് ചെയ്യുന്നു. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഇത് എഴുതിയ ശേഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്താണ്, 10x1 പ്ലസ് 20x2 ഈക്വൽ ടു 120. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താക്കി, ഈക്വൽ ടു 120 ആക്കി. ഇനി നമ്മൾ ആദ്യം x1ന് 0 നൽകുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x2ൻ്റെ വാല്യൂ കിട്ടും. ദെൻ x2ന് 0 നൽകും. അപ്പോൾ x1ൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടെത്തണം, x2 കണ്ടെത്തണം. അപ്പോൾ x1 0 ആണെങ്കിൽ x2 എത്രയാണ്? വെൻ x1 0 x2 ഈക്വൽ ടു 10 0, x1 എത്രയാണ്, 0 ആണ്. പ്ലസ് 20x2 ഈക്വൽ ടു 120. 20x2 ഈക്വൽ ടു 120 കിട്ടും. x2 ഈക്വൽ ടു 120 ഡിവൈഡ് ബൈ 20 ഈസ് ഈക്വൽ ടു 6. ഓക്കെ ആണല്ലോ. അതുപോലെ x2ന് 0 എടുക്കാം. x2 0 ആയി കഴിഞ്ഞാൽ 10x1 പ്ലസ് 20 ഇൻറ്റു 0 ഈക്വൽ ടു 120. ദെൻ 10x1 20 ഇൻറ്റു 0 എന്താവും, 0 ആകും. 10x1 ഈക്വൽ ടു 120 കിട്ടും. x1 ഈക്വൽ ടു 120 ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 12. ഓക്കെ ആണല്ലോ, കറക്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് 2 പോയിൻ്റ് കിട്ടി. x1 0 ആണെങ്കിൽ x2 6 ആയിരിക്കും. അതുപോലെ തന്നെ x1 0 ആണെങ്കിൽ x2 6 ദെൻ x2 0 ആണെങ്കിൽ x1 12. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു കോളം നിങ്ങൾക്ക് വരക്കാം. കൃത്യമായിട്ട് മനസ്സിലാവും. കറക്റ്റ് മനസ്സിലാക്കുക. x1 0 ആകുമ്പോൾ x2 36 കിട്ടി. x2 0 ആണെങ്കിൽ x1 12 എന്ന് കിട്ടി. നമുക്ക് 2 പോയിൻ്റ് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഗ്രാഫിലേക്ക് വരക്കാം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാണ്ട്, സെക്കൻഡ് കൺസ്ട്രെയിൻ കൂടി സോൾവ് ചെയ്യാണ്ട്. ദെൻ സെക്കൻഡ് കൺസ്ട്രെയിൻ എന്താണ് ചോദ്യത്തിൽ, 8x1 പ്ലസ് 8x2 ഈക്വൽ ടു 80 ആണ്. രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് ഒന്ന് കൊടുക്കുന്നു. ഇനി അതുപോലെ നമുക്കിങ്ങനെ എഴുതാം x1 x2. x1ന് 0 കൊടുക്കുക. അപ്പോൾ x2 എത്രയാണ്? ദെൻ x2ന് 0 കൊടുക്കുക. x1 എത്രയാണ്? അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം വെൻ x1 0 x2 ഈക്വൽ ടു 8 ഇൻറ്റു 0 പ്ലസ് 8 ഇൻറ്റു x2 എന്ത് കിട്ടും, 80. x2 ഈക്വൽ ടു 80. x2 ഈക്വൽ ടു 80 ഡിവൈഡ് ബൈ 80 10 എന്ന് കിട്ടും. 80 ഡിവൈഡ് ബൈ 8 10 എന്നുള്ള ആൻസർ കിട്ടും. വെൻ x2 ഈക്വൽ ടു 0, x2 0 ആണെങ്കിൽ x1 എത്ര, x1 പ്ലസ് 8 0
ഈക്വൽ ടു 80 കിട്ടും. x1 ഈക്വൽ ടു 80, x1 ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 80 ഇസ് ഈക്വൽ ടു 10. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് തന്നെ നോക്കാം. കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോൾവ് ചെയ്താലേ ഇത് കൃത്യമായിട്ട് പഠിയുള്ളൂ. ഓക്കെ ആണോ? നെക്സ്റ്റ് ഗ്രാഫ് വരക്കാം. നോർമലായിട്ട് ഗ്രാഫ് വരക്കുന്ന പോലെ ഫസ്റ്റ് നമ്മൾ ഇവിടെ x1ഉം ഇവിടെ x2 നൽകുക. അതിനുശേഷം നമ്പറുകൾ നൽകുക അല്ലേ. ഇവിടെ 1 2 3 കണ്ടിട്ടുള്ളത്. നമ്മുടെ ഹയസ്റ്റ് പോയിന്റ് എത്രയാണ്? 12 ആണ്. ആ 12 കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 10 15 ഒക്കെ ഇടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാണ്. 2 4 6 അങ്ങനെയൊക്കെ ഇടാം. നിങ്ങൾക്ക് ഏതാണോ അവിടെ സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നമ്പർ നൽകാം. അതിനുശേഷം നമ്മൾ ഒന്നാമത്തെ കൺസ്ട്രെയിൻ സോൾവ് ചെയ്ത് നോക്കാം. അവിടെ വരുന്നത് x1 0 ആകുമ്പോൾ x2 എത്രയാണ്? 6 ആണ്. ദെൻ x2 0 ആകുമ്പോൾ x1 12 ആണ്. ഇതിനാണ് നമ്മൾ ആദ്യം ഗ്രാഫ് എടുക്കുന്നത്. അപ്പോൾ ഗ്രാഫിൽ ആദ്യം x1 0 ആകുമ്പോൾ x2 6ൽ ഡോട്ട് ചെയ്യുക. അതുപോലെ തന്നെ x2 0 ആകുമ്പോൾ x1 12ലും എന്ത് ചെയ്യുക? ഡോട്ട് ചെയ്യുക. അത് ഇങ്ങോട്ട് എന്ത് ചെയ്യുക? ആ ഗ്രാഫ് വരക്കുക. നിങ്ങൾ ഒരു പേപ്പറിൽ വരച്ചു നോക്കുക. ഞാനിവിടെ വരച്ചതിന് ശേഷമാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യും? കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഗ്രാഫ് വരച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അല്ലേ, ഇതാണ് ആ ഗ്രാഫ് വരിക അല്ലേ. x1 0 ആകുമ്പോൾ x2 6ഉം x2 0 ആകുമ്പോൾ x1 12ഉം. ഈ ഒരു ഗ്രാഫ് നമ്മൾ അതിൽ വരക്കാം. ദെൻ സെക്കൻഡ് കൺസ്ട്രെയിൻ നോക്കാം. സെക്കൻഡ് കൺസ്ട്രെയിൻ വരുന്നത് x1 0 ആകുമ്പോൾ x2 10, x2 0 ആകുമ്പോൾ x1 10. അത് നമ്മൾ അല്ലേ ഇവിടെ വരക്കാം. x1 ഇവിടെ 0 ആണ്, x2 10 ആണ്. ഇവിടെ x2 0 ആണ്, x1 10 ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? ഗ്രാഫ് വരച്ചു. ഇനി നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഫീസിബിൾ റീജിയൻ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു അല്ലേ? z ഈക്വൽ ടു 12x1 പ്ലസ് 16x2 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ വരണം. അതായത് ഈ രണ്ട് ലൈനിൻ്റെയും താഴെയാണ് ഫീസിബിൾ റീജിയൻ. അപ്പോൾ നമുക്ക് രണ്ട് ലൈനും ഇവിടെ അല്ലേ, ഇത് വരില്ല. ഈ ഭാഗം, ഈ ഏരിയ ആണിത് ഫീസിബിൾ റീജിയൻ. അപ്പോൾ രണ്ട് ലൈനിൻ്റെയും താഴെ വരുന്ന ഭാഗമാണിത് ഫീസിബിൾ റീജിയൻ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫീസിബിൾ റീജിയൻ്റെ ഓരോ പോയിന്റുകളും നോക്കാം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. നമുക്ക് എ നൽകാം. ഇവിടെ എ നൽകിയിട്ടില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇത് ബി, ദെൻ സി, ദെൻ ഡി. ഇവിടെ ഡി നൽകണം. ഓക്കെ അല്ല. ഇങ്ങനെ 4 പോയിന്റുകളാണ് വരുന്നത്. ഈ 4 പോയിന്റിൻ്റെയും വാല്യൂ നമുക്ക് x1ൻ്റെയും x2ൻ്റെയും കിട്ടണം. ദെൻ എ പോയിന്റ് അല്ലെങ്കിൽ ഒ എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. എയിൽ x1ഉം 0 ആണ്, x2ഉം 0 ആണ്. ദെൻ ബിയിൽ x1 10ഉം x2 0 ആണ്. സിയിൽ നമ്മൾ നോക്കണം. ഇവിടെ അല്ലേ x1 8 എന്ന് കിട്ടും. നിങ്ങൾ ഗ്രാഫ് പേപ്പറിലെ വരക്കത്തിൽ കറക്റ്റ് x1 8 കിട്ടും. x2 ഇവിടെ നോക്കുക ഏതിനാണ്? 2നാണ് ഈക്വൽ. അപ്പോൾ x1 8ഉം x2 2ഉമാണ്. ദെൻ ഡിയിൽ x1 0ഉം x2 6ഉമാണ്. നമുക്ക് കിട്ടിയല്ലോ. ഇനി ഓരോ പോയിന്റും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് എഴുതിയെടുക്കുന്നു. നെക്സ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണ്. നമുക്ക് 4 പോയിന്റ് കിട്ടി. ഫസ്റ്റ് 4 പോയിന്റ് എഴുതുന്നു. എ ബി സി ഡി. അതിനുശേഷം അതിലൊക്കെ x1ഉം x2 എഴുതുന്നു. 0 10 8 0. ദെൻ x2ൻ്റെ കേസിൽ 0 0 2 6. ഓരോ പോയിന്റുകളും നമ്മൾ എഴുതി. നിങ്ങൾ ഗ്രാഫ് കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൽ എഴുതി നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമ്മൾ സെഡിൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. z ഈക്വൽ ടു 12x1 പ്ലസ് 16x2 ആണ്. അപ്പോൾ ഒന്നാമത്തത് z ഈക്വൽ ടു x1 0 ആണ്, x2 0 ആണ്. 12 × 0 പ്ലസ് 16 × 0. ആൻസറും എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് 10x1 x2 എത്രയാണ്? 0 ആണ്. ആ ഇക്വേഷനിൽ പോയ 12 × 10 പ്ലസ് 16 × 0. ഇവിടെ 0 വരും. 12 × 10 120 എന്നാണ് ആൻസർ കിട്ടും. നെക്സ്റ്റ് x1 8 ആണ്, x2 6 ആണ്.
12 ഇൻറ്റു 8 പ്ലസ് 60 ഇൻറ്റു 2 96 പ്ലസ് 32 128 എന്ന് കിട്ടും. നെക്സ്റ്റ് x1 0 ആണ്, x2 6 ആണ്. z ഈക്വൽ ടു 12 ഇൻറ്റു 0 പ്ലസ് 16 ഇൻറ്റു 6 96 എന്ന് കിട്ടും. കൃത്യമായിട്ട് അത് സോൾവ് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫൈനൽ സ്റ്റേജാണ്. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ നമുക്ക് കിട്ടിയില്ല, ഏറ്റവും വലിയ സംഖ്യ അല്ലെ 128 ആണത് വലിയ സംഖ്യ. അത് ഏത് കോർണറിലാണ്? സി കോർണറിലാണ്. അതാണെന്ത് ഒപ്റ്റിമൽ. ദ വാല്യൂ മാക്സിമം ഫോർ കോർണർ പോയിന്റ് സി. അത് ഏതാ വരുന്നത്? x1 അവിടെ 8 ആണ്, x2 അവിടെ 2 ആണ്, z ഒപ്റ്റിമം എത്ര തന്നെ 128 ആണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫുൾ മാർക്കും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വളരെ എളുപ്പമാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ലീനിയർ പ്രോഗ്രാമിംഗ് ഗ്രാഫിക് മെത്തേഡുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലം നോക്കാം. സോൾവ് ദി ഫോളോയിങ് പ്രോബ്ലം ഗ്രാഫിക്കലി. ഒരു മാക്സിമൈസേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. മാക്സിമൈസ് z ഈക്വൽ ടു 60x1 പ്ലസ് 40x2 സബ്ജക്റ്റ് ടു 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60, x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25, x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35, x1 ഗ്രേറ്റർ ദാൻ 0, x2 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോ കൺസ്ട്രെയിൻസും അവിടെ 3 മേജർ കൺസ്ട്രെയിൻസ് ആണുള്ളത്. ഈ 3 മേജർ കൺസ്ട്രെയിൻസും എന്ത് ചെയ്യുക? ആദ്യം സോൾവ് ചെയ്തിട്ട് ഗ്രാഫ് വരക്കാം. അപ്പോൾ ആദ്യം ആ കൺസ്ട്രെയിൻസ് ഇതാണ്. 2x1 പ്ലസ് x2 ഈക്വൽ ടു 60. ഇതാണ് ഒന്നാമത്തെ കൺസ്ട്രെയിൻ. 2 x1 ഈക്വൽ ടു 25, x2 ഈക്വൽ ടു 35. നെക്സ്റ്റ് x1 0 ആണ്, x2 0 ആണ്. അപ്പോൾ ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് സോൾവ് ചെയ്യാം. 2x1 പ്ലസ് x2 ഈക്വൽ ടു 20. അതിൽ x1 0 ആയി കഴിഞ്ഞാൽ x2 എത്ര നോക്കാം. വെൻ x1 0, x2 ഈക്വൽ ടു 2 ഇൻറ്റു 0 പ്ലസ് x2 ഈക്വൽ ടു 60 എന്ന് കിട്ടും, x2 ഈക്വൽ ടു 60 എന്ന് കിട്ടും. ഇനി x2 0 ആയി കഴിഞ്ഞാൽ 2x1 പ്ലസ് 0 വരും, ഈക്വൽ ടു 60, x1 ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് x1 25 ആണ്, x2 35 ആണ്. ദെൻ x1 0 ആണ്, x2 0 ആണ്. നെക്സ്റ്റ് ഗ്രാഫ് വരക്കാം. x1 x2 മാക്സിമം പോയിന്റ് വരുന്നത് 60 ആണ്. ആ രീതിയിൽ ഡോട്ട് ചെയ്യുക അല്ലേ. 10, 20, 30, 40, 50, 60 ഇവിടെ അതേമാതിരിക്ക് നൽകുക. എന്നിട്ട് ഫസ്റ്റ് കൺസ്ട്രെയിൻ നോക്കാം. ഫസ്റ്റ് കൺസ്ട്രെയിൻ വരുന്നത് x1 0 ആകുമ്പോൾ x2 എത്രയാണ്? 60 ആണ്. ദെൻ x2 0 ആകുമ്പോൾ x1 30 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് വരക്കാം. അപ്പോൾ ഗ്രാഫിൽ ആദ്യം നോക്കുക, x1 0 ആകുമ്പോൾ x2 60, x2 0 ആകുമ്പോൾ x1 30. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ആദ്യം വരക്കാം. നെക്സ്റ്റ് x1 വരുന്നത് ഈക്വൽ ടു 25ഉം x2 ഈക്വൽ ടു 35 ആണ്. അപ്പോൾ ഇവിടെ ലെസ് ദാനും മോർ ദാനും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പാരൽ ലൈൻ വരക്കാം. അവിടെ 25ന് നേരെ x1ൻ്റെ പാരൽ ലൈന് 25 എന്ന് ഇവിടെ രേഖപ്പെടുത്തുക. ദെൻ 35ന് നേരെ x2ൻ്റെ പാരൽ ലൈന്. അപ്പോൾ അത് രണ്ടും വരച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ വരച്ച 3 ഗ്രാഫിൻ്റെയും താഴെയുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഏരിയ, ആ ഏരിയയാണ് ഫീസിബിൾ റീജിയൻ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പോയിൻ്റ് ചെയ്യുകയാണ് അല്ലേ. ഫസ്റ്റ് ഇവിടെ O പോയിൻ്റ് ആണ്, അവിടെ രണ്ടും 0 ആണ്. x1 0 ആണ്, x2 0 ആണ്. രണ്ടാമത്തെ പോയിൻ്റ് A പോയിൻ്റ് ആണ്, അവിടെ 0 35 ആണ്. x1 0 ആണ്, x2 35 ആണ്. ദെൻ ഇവിടെയാണ് B പോയിൻ്റ്. ഇവിടെ നോക്കുക, x1 ഏകദേശം 12.5 വരിക. നിങ്ങൾ ഗ്രാഫ് പേപ്പറിലെ വിലക്ക് വെച്ച് കറക്റ്റ് 12.5 കിട്ടും. ദെൻ x2 35 ആണ്. നെക്സ്റ്റ് പോയിൻ്റാണ് C പോയിൻ്റ്. C പോയിൻ്റിൽ x1 25 ആണ്, x2 നമ്മൾ വരച്ചാൽ മനസ്സിലാവും കറക്റ്റ് 10 ആണ്.
അപ്പോൾ x1 25ഉം x2 10ഉം ആണ്. നെക്സ്റ്റ് ഡി പോയിൻ്റ് ആണ്. ഡി വരുന്നത് x1 25ഉം x2 0 ആണ്. എന്നിങ്ങനെ 4 പോയിന്റുകൾ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമ്മളത് ടേബിളിലേക്ക് മാറ്റുകയാണ്. ആദ്യം പോയിന്റ് എഴുതുന്നു ഒ എ ബി സി ഡി. ഓയിൽ x1ഉം 0 ആണ്, x2 0 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 60x1 + 40x2 ആണ്. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ 60 × 0 + 40 × 0 = 0 എന്ന് കിട്ടും. രണ്ടാമത്തത് എയിൽ x1 0 ആണ്, x2 35 ആണ്. 60 × 0 0 കിട്ടും. 40 × 35 1400 എന്ന് കിട്ടും. നെക്സ്റ്റ് പോയിന്റ് ബിയിൽ വരുന്നത് x1 12.5ഉം x2 35ഉം ആണ്. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 60 × 12.5 + 40 × 35 750 + 1400 ലഭിക്കും. ആൻസർ 2150 ലഭിക്കും. നെക്സ്റ്റ് പോയിന്റ് സി x1 25 x2 10. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 60 × 25 + 40 × 10 1500 + 400 1900 ലഭിക്കും. ദെൻ നെക്സ്റ്റ് ഡി ആണ് x1 25 x2 0. 60 × 25 + 40 × 0 1500 ലഭിക്കും. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 2150 ആണ് ഏറ്റവും വലിയ സംഖ്യ. സെഡ് ഹയസ്റ്റ് ഫോർ ദി പോയിന്റ് ബി ആണ്. അവിടെ x1 12.5 ആണ്, x2 35 ആണ്, സെഡ് 2150 ആണ്. അപ്പോൾ നമ്മൾ എൽ പിയുമായി ബന്ധപ്പെട്ട ഗ്രാഫിക് മെത്തേഡിൽ 2 പ്രോബ്ലംസ് ചെയ്തു. ഈ 2 പ്രോബ്ലംസ് കൃത്യമായിട്ട് സോൾവ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ മെത്തേഡ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു.